നമസ്കാരം. ഇത് ദ ഇന്ത്യ. അഞ്ചാം തലമുറ യുദ്ധവിമാനമായ AMCA പദ്ധതിയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ അതിനിടെ ആറാം തലമുറ യുദ്ധവിമാനം സംയുക്തമായി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഫ്രാൻസും നിർണായക ചർച്ചകളിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പുറത്തുവരികയാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ വാർത്താ പോർട്ടലായ IDRW ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങൾക്കും പുറമെ മറ്റു രണ്ട് രാജ്യങ്ങൾ കൂടി സാമ്പത്തിക പങ്കാളിയായി ഈ വൻകിട പദ്ധതിയുടെ ഭാഗമായേക്കും. ഏകദേശം 8.3 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിൽ പുതുതായി എത്തുന്ന രാജ്യങ്ങൾ സാങ്കേതിക വികസനത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായമായിരിക്കും നൽകുക. എന്നാൽ കരാറിൽ ഔദ്യോഗിക ഒപ്പുവെക്കലുകൾ നടക്കാത്തതിനാൽ ചർച്ചകളുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഫ്രാൻസും ജർമ്മനിയും ചേർന്ന് 2017 ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം അഥവാ FCAS പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ വിമാനത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണ നേതൃത്വവും സംബന്ധിച്ച് ദസോ ഏവിയേഷനും എയർബസും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പദ്ധതി വൈകിപ്പിച്ചു. തുടർന്ന് 2026 ജൂണിൽ ജർമ്മനി പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുകയായിരുന്നു. യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരെന്ന വിഷയത്തിൽ ദസോ ഏവിയേഷനും എയർബസും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പദ്ധതിയുടെ മുന്നേറ്റത്തെ ബാധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മനി മറ്റൊരു പങ്കാളിത്ത സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ FCAS പദ്ധതിയുമായി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് ഫ്രാൻസിന്റെ തീരുമാനം. ജർമ്മനിയുടെ പിന്മാറ്റത്തോടെ പദ്ധതി തനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച ഫ്രാൻസ് ഇന്ത്യയുമായി സഹകരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള FCAS പദ്ധതിയുടെ ഭാഗമാകാൻ സജീവ ശ്രമങ്ങൾ നടക്കുന്നതായി 2026 ഓഗസ്റ്റ് 7 പാർലമെന്ററി കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ഫ്രാൻസ് യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയിലും സാങ്കേതിക വികസനത്തിലും നേതൃത്വം നിലനിർത്തും. അതേസമയം വിമാനത്തിന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയേക്കും. ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യോമയാന വ്യവസായ ശേഷി കണക്കിലെടുക്കുമ്പോൾ ഈ പങ്കാളിത്തം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിലൊരു കരാർ യാഥാർത്ഥ്യമായാൽ വിമാനത്തിന്റെ രൂപകൽപ്പനയ്ക്കും വികസനത്തിനും ഫ്രാൻസ് തന്നെ നേതൃത്വം നൽകും. എന്നാൽ വിമാനങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായിട്ടായിരിക്കും ഇന്ത്യ പ്രവർത്തിക്കുക. നിലവിൽ റഫാൽ വിമാനങ്ങളുടെ ഫ്യൂസ്ലാജ് ഭാഗങ്ങൾ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 114 റഫാൽ വിമാനങ്ങളിൽ 94 എണ്ണവും ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ധാരണ. ഈ പശ്ചാത്തലത്തിൽ FCAS വിമാനങ്ങളുടെ നിർമ്മാണം ഇന്ത്യക്ക് വലിയ വ്യാവസായിക കുതിച്ചയാട്ടത്തിനും വഴിയൊരുക്കും. എന്നാൽ മറ്റു രണ്ട് രാജ്യങ്ങൾ ഏതാണ് എന്നുള്ള വിവരം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു രാജ്യം ഇന്ത്യയുമായും ഫ്രാൻസുമായും അടുത്ത ബന്ധമുള്ള മധ്യപൂർവ്വദേശത്തെ രാജ്യമായിരിക്കാമെന്നും മറ്റൊന്ന് വലിയ മുസ്ലിം ജനസംഖ്യയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായിരിക്കാമെന്നും സൂചനകളുണ്ട്. നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് രാജ്യങ്ങളുടെ പേരുകൾ ഇപ്പോൾ പുറത്തുവിടാതിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കാനും രൂപകൽപ്പനയിൽ ഫ്രാൻസിന്റെ മേൽക്കൈ നിലനിർത്താനും നിർമ്മാണത്തിൽ ഇന്ത്യയുടെ പങ്ക് ഉറപ്പാക്കാനും ഈ സാമ്പത്തിക പങ്കാളിത്ത മാതൃക സഹായിക്കും. ആറാം തലമുറ വിമാന പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA ബാധിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. AMCA പദ്ധതിക്കൊപ്പം തന്നെയായിരിക്കും FCAS മുന്നോട്ട് പോവുക. ആറാം തലമുറ സാങ്കേതിക വിദ്യകളായ കോമ്പാക്ട് ക്ലൗഡ് നെറ്റ്വർക്കിംഗ്, ഡ്രോണുകളുമായിട്ടുള്ള സങ്കീർണമായ സംയോജിത പ്രവർത്തനം എന്നിവ സ്വായത്തമാക്കാൻ ഈ പങ്കാളിത്തത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കും. എന്തായാലും ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വരും മാസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.